ലൈം ജ്യൂസസ് 7 തരത്തിൽ വെറൈറ്റി ടേസ്റ്റോടുകൂടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി ലൈം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് പഴുത്ത തക്കാളി വേണം. അതുപോലെ തന്നെ അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചിയും പുതിന ലീവ്സുമാണ്. പിന്നെ പാകത്തിന് പഞ്ചസാര. ലൈം ജ്യൂസ് ആകുമ്പോൾ നാരങ്ങാ നീര് എന്തായാലും വേണമല്ലോ. അതുകൊണ്ടാണ് നാരങ്ങാ നീരും പഞ്ചസാരയും പ്രത്യേകം എടുത്ത് കാണിക്കാത്തത്. അതല്ലാത്ത മെയിൻ ചേരുവകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് തക്കാളി, ഇഞ്ചി, പുതിന ലീവ്സ്, പഞ്ചസാര ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ അരച്ചെടുക്കുക. നാരങ്ങ നീര് അരയ്ക്കുമ്പോൾ ചേർക്കണ്ട. അതിനുശേഷം ഐസ് വാട്ടറിലേക്ക് ഈ അരച്ച മിശ്രിതവും നാരങ്ങാ നീരും ചേർത്തിളക്കി അരിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള തക്കാളി ലൈം റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ ലൈമെന്നോ തക്കാളി ലൈമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. വിളിയിലൊന്നല്ല കാര്യം, ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അടുത്തതായി നമുക്ക് സ്ട്രോബെറി ഗ്രേപ്പ് ലൈം ഉണ്ടാക്കാം. സ്ട്രോബെറി ഗ്രേപ്പ് ലൈമിന് ആവശ്യമുള്ള സാധനങ്ങൾ: 4 മീഡിയം സൈസ് സ്ട്രോബെറീസ്, 5 കറുത്ത മുന്തിരി, ഒരു ചെറിയ കഷ്ണം മുളക്, നാരങ്ങാനീര്. എത്രയാണ്? ഇതിൽ നാരങ്ങാനീരൊഴികെ ബാക്കി എല്ലാ ചേരുവകളും കൂടിയിട്ട് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത് ഐസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നാരങ്ങാനീര് ചേർത്ത് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഗ്രേപ്പ് ലൈം തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് മുളകേ ചേർക്കാവൂ കേട്ടോ, അത് ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് ശർക്കര ലൈം ഉണ്ടാക്കാം. ശർക്കര ലൈമിന് നമുക്ക് വേണ്ട ചേരുവകൾ: 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങ, പിന്നെ മധുരത്തിന് നമ്മൾ പഞ്ചസാരയല്ല ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ശർക്കര പൊടിച്ച് വെച്ചതാണ്. ആദ്യം നമ്മൾ ഇഞ്ചിയും ഏലക്കയും നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ശർക്കരയും നാരങ്ങാനീരും പാകത്തിന് ഐസ് വാട്ടറും ചേർത്തിളക്കി അരിച്ചെടുത്താൽ ശർക്കര ലൈം റെഡിയായി. ഇതൊരിക്കലും മിക്സിയുടെ ജാറിലിട്ട് മൊത്തത്തിൽ ഒറ്റയടിക്ക് അടിച്ചെടുക്കരുത് കേട്ടോ. സാധാരണ ലൈമൊക്കെ ചിലർ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഇത് ചെയ്യണ്ട. ഇതുപോലെ തന്നെ ചെയ്യണം. എന്നാലാണ് ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പേരയ്ക്ക ലൈം ഉണ്ടാക്കാം. പേരയ്ക്ക ലൈമിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: പേരയ്ക്ക, നാരങ്ങാനീര്, ഒരു ചെറിയ കഷ്ണം മുളക് ചേർത്തുണ്ടാക്കുന്ന ലൈമുകളിൽ നമ്മൾ വളരെ ചെറിയ കഷ്ണം മുളക് മാത്രമേ ചേർക്കാവൂ. കാരണം അത് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. നാരങ്ങാനീരൊഴികെ ബാക്കി എല്ലാ ചേരുവകളും പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഐസ് വാട്ടറിൽ നാരങ്ങാനീരും അരച്ച മിശ്രിതവും ചേർത്തിളക്കി അരിച്ചെടുത്താൽ നമ്മുടെ പേരയ്ക്ക ലൈം റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര പ്രത്യേകം പറയാത്തത് എല്ലാത്തിലും അത് കോമൺ കണ്ടൻറ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ബീട്രൂട്ട് ലൈം ഉണ്ടാക്കാം. ബീട്രൂട്ട് ലൈമിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ബീട്രൂട്ടും പിന്നെ നാരങ്ങാനീരും പഞ്ചസാരയും. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഫ്ലേവറിങ് ഏജൻസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അത് തിളയ്ക്കുമ്പോൾ തന്നെ പഞ്ചസാരയും ചേർക്കാം. നമുക്ക് എത്ര ഗ്ലാസ്സാണോ ജ്യൂസ് വേണ്ടത് അത്രയും ഗ്ലാസും ഒരു അര ഗ്ലാസ് വെള്ളം എക്സ്ട്രയും ചേർത്ത് വേണം നമ്മൾ തിളപ്പിക്കാൻ. എന്നിട്ട് നല്ലപോലെ റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ബീട്രൂട്ടും പഞ്ചസാരയും ചേർത്തിട്ടുള്ള മിക്സ്. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ലൈം ഉണ്ടാക്കേണ്ടത് ആ സമയത്ത് അതിലേക്ക് പാകത്തിന് ലൈം പിഴിഞ്ഞൊഴിച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ലൈം റെഡിയായി. അടുത്തതായിട്ട് നമുക്ക് മാംഗോ ലൈം ഉണ്ടാക്കാം. മാംഗോ ലൈം ഉണ്ടാക്കാൻ അധികം പഴുക്കാത്ത മാങ്ങ വേണം. അതായത് ചെനച്ച മാങ്ങയിൽ നിന്ന് കുറച്ചും കൂടി പഴുത്ത കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള മാങ്ങയാണ് നമുക്ക് വേണ്ടത്. ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. വല്ലാണ്ട് വെന്തുടയേണ്ട. ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഇതിൽ ആ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ തേന് പോലെ ഉണ്ടാവും. ഇത് തണുക്കാനായിട്ട് വെക്കുക കുറച്ച് നേരം. എന്നിട്ട് അതിന് ശേഷം നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്ത് ഈ മിക്സിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കുറച്ചുകൂടി പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. നന്നായി തണുത്ത ശേഷം അതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ലൈം റെഡിയാക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറേ ദിവസങ്ങൾ യൂസ് ചെയ്യാം. കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ കാലം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് എടുത്താലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇത് അടിപൊളി ഒരു മാംഗോ ലൈമാണ്. ഇത് തിക്കായിട്ടോ ലൂസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ.
അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിംഗ് ലൈമാണ്. സ്റ്റിംഗ് ലൈം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്കിൽ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ഡ്രിങ്കാണ്. ഇത് മിക്ക കടകളിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നൊരു സംഭവമാണ്. ഇതിൽ തരിപ്പുണ്ട്, അതായത് എയറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പാർട്ടീസൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ ഇങ്ങനൊരു ഡ്രിങ്ക് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാക്കും. ചെറിയൊരു തരിപ്പൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് സ്റ്റിംഗ് ഒഴിക്കുന്നു. സ്റ്റിംഗ് ഒരു എയറേറ്റഡ് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ അത് പതഞ്ഞ് വരും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഗ്ലാസ്സിലത് ഒഴിക്കാവൂ. അതിന് മുകളിലായിട്ട് നമ്മൾ നോർമലായിട്ടുള്ള പഞ്ചസാര ചേർത്ത് ലൈം ജ്യൂസ് ഒഴിക്കുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലൈം ജ്യൂസ് മധുരം കുറച്ച് ഉണ്ടാക്കാവൂ. കാരണം സ്റ്റിങ്ങിൽ ഓൾറെഡി മധുരമുണ്ട്. അതുകൊണ്ട് 2 മധുരം കൂടി പോകണ്ടെന്ന് കരുതിയിട്ട് മധുരം കുറഞ്ഞ ലൈം ജ്യൂസാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ കളർഫുള്ളായൊരു ഡ്രിങ്കാണ് കേട്ടോ, സ്റ്റിംഗ് ലൈം. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. കുറച്ച് തരിപ്പൊക്കെ ആകുമ്പോൾ നല്ല റീഫ്രഷിംഗ് ആണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതുപോലെ പാർട്ടീസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ 7 തരം ലൈംസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.